ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇവാറയാൻ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നും എന്നത്തെയും പോലെ നല്ല മഴയാണ് പുറത്ത്. മഴക്കാലത്ത് പിന്നെ മഴ സാധാരണയാണല്ലോ. എന്നാലും ഞാൻ ഇനിയും ഇടും മഴേൻ്റെ വീഡിയോ. അങ്ങനെ ഇന്ന് മൊഹറത്തിൻ്റെ നോമ്പാണ്. അപ്പോൾ ഈവനിങ് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് ഞാനൊന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഞാൻ മല്ലി വറുത്തിട്ടാണ് കറി വെക്കുന്നത്. മല്ലി കുറച്ചൊന്ന് വറുത്തെടുക്കുകയാണ്. ഡാർക്ക് കളറ് കറിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങളൊക്കെ പറയും കുരുമുളക് ഇട്ടാൽ പോരെ, കുരുമുളക് ഇട്ട് കറി വെച്ചാൽ കറുത്ത് വരുമല്ലോ എന്നൊക്കെ. ഞാനിങ്ങനെ എൻ്റെ സ്റ്റൈലാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാമൊക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കുക്കറിൽ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ എടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് നല്ലോണം വാടി വരുന്ന വരെ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 തക്കാളി, 2 വലിയ ഉള്ളി, 2 പച്ചമുളക് അത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഒരു വിസിലടിക്കും കേട്ടോ. ആദ്യം വെളിച്ചെണ്ണയിൽ ഇതൊക്കെ ഇട്ട് വാട്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു വിസിലെടുത്ത് അടിക്കും. എന്നിട്ട് അത് നന്നായിട്ട് വഴന്ന് വരും. അപ്പോൾ ഒരു വിസിലടിച്ചാൽ, അല്ലെങ്കിൽ കറിയിൽ ഇങ്ങനെ ഉള്ളി പൊന്തി കിടക്കും പോലൊക്കെ തോന്നും. അപ്പോൾ കറീൻ്റെ സ്ട്രക്ചർ കാണാൻ നല്ല ഭംഗിയാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയൊക്കെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ പൊന്തി കിടക്കും പോലെ തോന്നും. അപ്പോൾ അതിൻ്റെ നല്ല ജ്യൂസ് വരുവാകും കറി. അങ്ങനെയാണ് ഞാൻ അടിക്കുന്നത്. അങ്ങനെ ഒരു വിസിലായിട്ട് അടിക്കുക. അപ്പോഴേക്കും നമ്മൾ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. കുറച്ച് ചിക്കൻ എടുത്ത് ഞാൻ മാറ്റി വെച്ച് അത് വറുക്കാൻ വേണ്ടി എടുത്തതാണ്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് എസൻസ്, ഒന്ന് സാധനം ഉപ്പും, അങ്ങനെ ഇതൊക്കെ ഇട്ട് മിക്സ് ആക്കുകയാണ്. സാധാരണ മാഗ്നേഷൻ തന്നെയാണ്, വെറൈറ്റി ഒന്നും ആക്കി എടുത്തിട്ടില്ല. അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ചിക്കന് കറിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിലേക്ക് പത്തിരിയാണുള്ളത്. പത്തിരി കഴിക്കുക. ചപ്പാത്തിയും ഉണ്ട്. ചപ്പാത്തിയും പത്തിരിയും പൊറോട്ടക്കൊക്കെ നല്ല കറിയാണ് ഇട്ടത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ അപ്പോഴേക്കും ഒരു വിസിലൊക്കെ വന്ന് കുക്കറിൻ്റെ ആവിയൊക്കെ പോക്കി ഞാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഗരം മസാല, ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി നാടൻ കുരുമുളക് പൊടി. അതുകൊണ്ട് ഭയങ്കര കുത്തലുണ്ടാവും. അപ്പോൾ കുറച്ചേ ഞാൻ ഇടുള്ളൂ. ഭയങ്കര കുത്തലായ ടേസ്റ്റ് കുറയും. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, ഉപ്പ് നമ്മൾ ഫസ്റ്റ് ഇട്ടിക്കണമല്ലോ, അതുകൊണ്ട് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ കറിവേപ്പില. അങ്ങനെ ഇത് അടച്ച് വെച്ച് വേവിക്കട്ടെ നല്ലോണം. ഒരു 2-3 വിസിലുകൊണ്ട് ചിക്കൻ വെന്ത് കിട്ടും. വേവുള്ള ചിക്കൻ ആണെങ്കിൽ കുറച്ചുകൂടി വിസിലടിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ മക്കൾക്ക് പത്തിരി ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ പത്തിരി ഞാൻ എടുത്തിട്ടില്ല വീഡിയോ. അങ്ങനെ അതുണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തതാണല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ മക്കൾക്ക് പത്തിരി ഉമ്മൻ്റെ കൊണ്ട് കൊടുത്തതാണ്. അങ്ങനെ ഉമ്മ പത്തിരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മക്കൾക്ക്. മോൻ കഴിക്കാൻ വന്നിട്ടൊന്നുമില്ല. അങ്ങനെ അത് അവിടുന്ന് വിസിൽ വരുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ചെറിയുള്ളി എടുത്ത് വെച്ച് വറവിടാൻ വേണ്ടി കറി വിസിലൊക്കെ പോകുമ്പോഴേക്കൊന്ന് ചെറിയുള്ളിയൊക്കെ റെഡിയാക്കി അരിഞ്ഞ് വെക്കുകയാണ്. അങ്ങനെ അതിങ്ങനെ അരിഞ്ഞ് കുറച്ച് ഒരു 4-5-6 വെളുത്തുള്ളി അല്ല ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് വരണം. ഈ കറിക്ക് ഞങ്ങൾ പെപ്പർ ചിക്കൻ എന്നൊക്കെയാണ് പറയൽ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാം. ഞാൻ മല്ലി കുറച്ച് വറുക്കുന്നത് അത് ഒരു ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ കറി. കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയി കേട്ടോ. വറവിലിടാമെന്ന് വിചാരിച്ചതായിരുന്നു. എന്നാലും ഞാനത് സൈഡിലെ കുത്തി കൊള്ളിച്ചിട്ടുണ്ട്. എന്നാലും അതെല്ലാവരും ക്ഷമിക്കാം. അങ്ങനെ കറി റെഡിയായി. കറീൻ്റെ തിക്നെസ് ഉണ്ടോ, ഇങ്ങനെ ഒരു കുറച്ച് ഗ്രേവിയാണ് ഉള്ളത്, ഓവർ ഗ്രേവി ഒന്നുമില്ല. അത് പത്തിരിക്കൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ അത് റെഡിയാക്കി അവിടെ വെച്ചു. ഇനി ചിക്കൻ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അതിനുള്ള വെളിച്ചെണ്ണ എടുക്കുകയാണ്. വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പില ആ വെളിച്ചെണ്ണയിലിട്ടാൽ അടുക്കി പിടിക്കില്ല, അതുകൊണ്ട് കുറച്ച് കറിവേപ്പില ഇടും. അങ്ങനെ
അതവിടെ കിടന്ന് പൊരിയാൻ വെച്ചിട്ടുണ്ട്. ഇനി എല്ലാവർക്കും നോമ്പൊക്കെ ഇല്ല ഇന്ന്. ഉണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്കും മക്കൾക്കും ഇവിടെ നോമ്പുണ്ട് കേട്ടോ. അങ്ങനെ മക്കളൊക്കെ ഉമ്മൻ്റെ അടുത്താണ് ഡൈനിങ് ഹാളിൽ. അങ്ങനെ അവരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ പതിയെ അങ്ങോട്ട് പോയി. ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ അവിടെ അടച്ചു വെച്ച് ഞാൻ ഡൈനിങ്ങിലേക്ക് പോയപ്പോൾ അവിടെ നല്ല കളിയിലാണ് രണ്ടാളും. അങ്ങനെ അവരുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് നേരം നിന്ന് അങ്ങനെ വീണ്ടും എനിക്ക് അടുക്കളയിൽ തന്നെ പോകാൻ തോന്നി. അത് ചിക്കൻ കരിഞ്ഞു പോയാലോ എന്ന് തോന്നി. അതുകൊണ്ട് അടുക്കളയിലേക്ക് തന്നെ പോയി അതിലേക്ക് കുറച്ച് മുളകും കറിവേപ്പിലയൊക്കെ മുറിച്ചിട്ട് പച്ചമുളക് അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അങ്ങനെ പത്തിരി ചിക്കൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട്.